പക്ഷി പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. അതൊരു പക്ഷേ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല, അന്ന് വിശന്നിരിക്കുന്നതായിരിക്കും. പക്ഷെ അതിന്റെ വിശപ്പ് മറന്ന് കുട്ടികളെ ഫീഡ് ചെയ്യുന്ന ഒരു കാര്യം കാണാം. അതെങ്ങനെയാണ് അത് ഉണ്ടാവുന്നത്? ഒരു ശക്തി നമ്മളെ ഫോഴ്സ് ചെയ്യാണ്, ഈ ഓരോ ജീവജാലങ്ങളെയും ഫോഴ്സ് ചെയ്യാണ്. അപ്പൊ നമ്മൾ നമ്മുടേതാണെന്ന് വിചാരിച്ചിരിക്കുന്ന, അവകാശപ്പെടുന്ന നമ്മളുടെ ഈ മക്കളോടുള്ള ഉള്ള സ്നേഹമില്ലേ, ബന്ധുക്കളോടുള്ള സ്നേഹം, സുഹൃത്തുക്കളോടുള്ള സ്നേഹം, ഇതെല്ലാം, ഈ സ്നേഹത്തിന് പോലും നമ്മൾ അവകാശികളല്ല എന്നുള്ളതാണ് സത്യം. ഈ സ്നേഹത്തിന്റെ പോലും അവകാശി അമ്മയാണ്, ജഗത് മാതാവാണ്, വിശ്വേശ്വരി, ജഗദ്ധാത്രി അമ്മയാണ് എന്നുള്ള സത്യമാണ് മഹാത്മ്യം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ ഇവിടെ അമ്മ എന്ന് പറയുന്നു, ഭഗവത്ഗീതയിൽ ഭഗവാൻ എന്ന് പറയുന്നു, ഒരു വ്യത്യാസവും ഇല്ല, രണ്ടുപേരും പറയുന്ന ഒരേ കാര്യം. ഈ മഹാമായയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അത് ജഗത്തിനെ മുഴുവൻ വിഭ്രാമയത്യത് അതീവ വിശ്വത്തിനെ മുഴുവൻ ഭ്രമിപ്പിക്കുന്നു. എന്തൊരു അത്ഭുതമാണ്! നിങ്ങളൊന്ന് ചുറ്റും നോക്കൂ. ഓരോരുത്തരും മക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളും അവർ എത്രമാത്രം ആലോചിച്ച് ഉള്ളിലും മുറക്കിലും, അയ്യോ എൻ്റെ കുട്ടിക്ക് മാർക്ക് കുറഞ്ഞല്ലോ, എൻ്റെ കുട്ടിക്ക് ഇത് അഡ്മിഷൻ, ജോലി, കല്യാണം, അയ്യോ ഒന്നും പറയണ്ട. ചിലപ്പം പഠിപ്പും ജോലിയും എല്ലാം ആയിട്ട് മര്യാദയ്ക്ക് ഇരിക്കുകയായിരിക്കും. അപ്പോഴായിരിക്കും അയ്യോ കല്യാണം കഴിച്ചില്ല. ഇങ്ങനെ ആലോചിച്ച് തീരുന്നോണ്ടിരിക്കുന്ന ഒരുപാട് അമ്മമാരെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. എന്തിനാ വെറുതെ നമ്മുടെ കയ്യിലല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ട് ദുഃഖിക്കുക? ഓരോന്നിനും ഓരോ കൃത്യമായ സമയത്ത് അത് നടക്കും എന്നുള്ളത് നമുക്ക് ഭക്തന്മാർക്ക് പോലും ആ ഒരു ട്രസ്റ്റ് എന്താ വരാത്തതെന്ന് മനസ്സിലാവും. എനിക്ക് അത്ഭുതം തോന്നുന്നുണ്ട്. എന്താ കാരണം വെച്ചാൽ നല്ല ഭക്തിയുള്ള ആളുകളായിരിക്കും, പക്ഷെ ആ ശരണാഗതി അത്